പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ജമ്മു കാശ്മീർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. നിയന്ത്രണ രേഖയിലെ സാഹചര്യവും വിലയിരുത്തി. പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിൽ ആണ്. ഡ്രോൺ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട ചണ്ഡീഗഡിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും എയർ സൈറൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ഒരു കാരണവശാലും വീടിന് പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശവുമായാണ് സൈറൺ മുഴങ്ങിയത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്നതിനൊപ്പം സുരക്ഷയിലും മുൻകരുതലിലും വലിയ ശ്രദ്ധയാണ് രാജ്യം പുലർത്തുന്നത്. ഡ്രോൺ ആക്രമണ സാധ്യത വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് എയർ സൈറണുകൾ മുഴക്കിയത്. കനത്ത ജാഗ്രതയിലാണ് പഞ്ചാബിലെ അമൃത്സറും പരിസര പ്രദേശങ്ങളും. പാകിസ്ഥാന്റെ പരാജയപ്പെട്ട ഡ്രോൺ ആക്രമണം സ്ഥിരീകരിക്കുന്നതിന് തെളിവായി കൃഷിയിടത്തിൽ നിന്ന് മിസൈൽ കൂടി ലഭിച്ചതോടെ കൂടുതൽ ജാഗ്രതയിലാണ് സൈന്യം. പുലർച്ചെ 6:37 അമൃത്സറിൽ സൈറൺ മുഴങ്ങിയത്. വീടിന്റെ വാതിൽ തുറക്കരുതെന്നും ബാൽക്കണികളിൽ നിന്ന് ഒഴിയണമെന്നുമാണ് നിർദ്ദേശം നൽകിയത്. തുടർന്ന് 9:30 ചണ്ഡീഗഡിലും അംബാലയിലും പിന്നീട് ഉത്തരാഖണ്ഡിലും അപായ സൈറണുകൾ മുഴങ്ങി. ഉത്തരാഖണ്ഡിൽ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. तुरंत रोड और पार्क को छोड़ के अपने घरों के अंदर चले जाएं. कोई रोड और पार्क पे न मिले. नियर बाई अगर आपका मकान नहीं है तो नियर बाई बिल्डिंग में चले जाएं. कोई दिक्कत नहीं है. रोड और पार्क के अंदर कोई नहीं मिलेगा. जैसे ही വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ തുറക്കില്ല. അടിയന്തര സാഹചര്യങ്ങൾ സൈന്യത്തെ അറിയിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കശ്മീരിലെ രജൌരിയിലെ സുന്ദർബനിയിൽ മിസൈലുകളുടെ അവശിഷ്ടം കണ്ടെത്തി. തുർക്കി ചൈനീസ് നിർമ്മിത മിസൈലുകൾ ആണ് ഇവ. ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. A100, MBRL, TRG-300 എന്നീ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ആണ് കണ്ടെത്തിയത്. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം ആണ് സുന്ദർബനി. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ തുറന്നു. മുന്നറിയിപ്പ് നൽകാതെയാണ് നടപടി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും മഴ ശക്തമായിരുന്നു. ഇതോടെയാണ് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. വെള്ളം കുത്തിയൊഴുകി തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പത്താൻകോട്ടിൽ പഞ്ചാബ് പോലീസ് തെരച്ചിൽ നടത്തി. ജീവനോ സ്വത്തിനോ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് എന്നും പത്താൻകോട്ട് SP ന്യൂസ് 18 പറഞ്ഞു. ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. വിതരണ ലൈനുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നുണ്ട് എന്നും IOC വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് പോറൽ ഏൽപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിരോധത്തിന് ഒപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഭദ്രതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും. നമ്മുടെ പരമാധികാരത്തിന് പോറലേൽപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും. ഭീകരാക്രമണം ഒരു രാജ്യത്തിൻ്റെ തന്നെ പിന്തുണയോടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടുമൊപ്പം അണിചേരുക എന്നത് ഏറ്റവും പ്രധാനമാണ്.